ഇത് ഈ വർക്കല എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നടന്നൊരു സംഭവം. ഈ സംഭവത്തിൽ ലീനാമണി എന്ന് പറയുന്ന ഒരു സ്ത്രീ, അവരുടെ ഭർത്താവ് ഒരു വർഷത്തിന് മുന്നേ മരണമടഞ്ഞു. അവരുടെ വീട്ടിലേക്ക് ഭർത്താവിന്റെ 3 സഹോദരന്മാർ അവകാശവാദം ഉന്നയിച്ച് ചെല്ലുക. ഇസ്ലാമിക ശരിയ അനുസരിച്ച് ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ ഒരു മുസ്ലിം വിധവയുടെ അവകാശം ഭർത്താവിന്റെ സ്വത്തിന്റെ 4/1 അവർക്ക് മക്കളില്ലെങ്കിൽ, 8/1 അവർക്ക് മക്കളുണ്ടെങ്കിൽ. അവരുടെ ഏതാണ് അവരുടെ അവസ്ഥയെന്ന് എനിക്കറിയില്ല. പക്ഷെ ബാക്കി സഹോദരന്മാർ ഉൾപ്പെടെയുള്ള അങ്ങോട്ടാണ്. ഒന്നുകിൽ 8/1 അല്ലെങ്കിൽ 4/1. ഈ മരിച്ച ആൾക്ക് നല്ല സമ്പത്ത് ഉണ്ടായിരുന്നു എന്നാണ് ഈ വാർത്തകളിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇവർ തമ്മിൽ തർക്കവും വഴക്കവും ഒക്കെ നടക്കുന്നു. കഴിഞ്ഞ ആഴ്ച ഈ സഹോദരന്മാർ ഇവരെ വീട്ടിൽ ചെന്ന് താമസം തുടങ്ങുന്നു. എന്നിട്ടും വഴക്കാവുന്നു. പിന്നെ ഒരു ദിവസം സംഘർഷമാവുന്നു, വെട്ടിക്കൊല്ലുന്നു. എന്നിട്ട് സഹോദരന്മാർ 3 പേരുണ്ടായിരുന്നു. അവർ 2 പേരെ അറസ്റ്റ് ചെയ്തു, ഒരു സഹോദര പത്നിയെയും അറസ്റ്റ് ചെയ്തു. ഇതാണ് സംഗതി. ഇതെന്താ ഈ സംഭവം വന്നത്? നമുക്കറിയാം, ഈ സ്വത്തവകാശം എന്ന് പറയുന്നത് ആദ്യമല്ല. ഒരുപക്ഷെ മനുഷ്യൻ ജനിച്ചിടം തൊട്ട് സ്വത്തവകാശമുണ്ട്. എല്ലാ ജാതിയിലും എല്ലാ മതത്തിലും എല്ലാ കാലത്തും എല്ലാ സമയത്തും എല്ലായിടത്തും ഉണ്ട്. കൊല്ലാറുമുണ്ട്, തിന്നാറുമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ഈ പ്രശ്നത്തിന് നമ്മൾ ഇന്ന് ഈ പറയുന്ന പ്രശ്നവുമായിട്ടൊരു ബന്ധമുണ്ട്. അതെന്താണ്? ഈ ഒരു നിയമമാണ് പ്രശ്നം. ഞാൻ അതിനായിട്ട് 2 ചെറിയ കഥകൾ പറയാം. എനിക്ക് 2 സുഹൃത്തുക്കളുണ്ട്. അതിൽ ഒരു സുഹൃത്ത് ഒരു മുസ്ലിം സുഹൃത്താണ്, ഒരു സുഹൃത്ത് ഒരു ഹിന്ദു സുഹൃത്താണ്. ഹിന്ദു സുഹൃത്തിന്റെ കാര്യം പറയാം. പുള്ളി തെക്കുള്ള ആളാണ്, ഇമാജിനറി സുഹൃത്തുക്കളാണ്. ഞാനൊരു വിഷയം അവതരിപ്പിക്കാൻ വേണ്ടി പറയുന്നത്. അദ്ദേഹം ആർമിയിലായിരുന്നു. അദ്ദേഹം മരിക്കുന്നു. മരിച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ വൈഫ് അദ്ദേഹത്തിന് ആനുകൂല്യങ്ങളെല്ലാം പറ്റും. അതായത് സാധാരണ ഇതിൽ സർവീസുള്ള ഗ്രാറ്റുവിറ്റി, പെൻഷൻ കമ്മ്യൂട്ടേഷൻ, PF, ഇൻഷുറൻസ്, ഇങ്ങനെയൊക്കെയുള്ള സാധാരണ ഇതിൽ അദ്ദേഹത്തിന്റെ വൈഫിന് കിട്ടും മുഴുവൻ. അതിനുശേഷം ഇദ്ദേഹത്തിന്റെ ഓഹരി ഉണ്ടായി. ഒരു 10-20 സെന്റ് സ്ഥലം അവരുടെ വീട്ടിലുണ്ടായി. ആ ഓഹരിയും പെട്ടെന്നൊരു വില്ലേജ് ഓഫീസിൽ പോയി കരമടയ്ക്കുമ്പോഴത്തേക്ക് ഈ വൈഫിന്റെ പേരിലാവും. എന്നിട്ട് അവര് ആ ഓഹരി, അവരുടെ സഹോദരന്മാരുണ്ട്, ഈ മരിച്ച ആൾക്ക് സഹോദരന്മാരുണ്ട്, അവർ ആ ഓഹരിക്ക് വില പറഞ്ഞ് മാർക്കറ്റ് റേറ്റിൽ വാങ്ങിക്കാൻ ശ്രമിക്കുമ്പോൾ ഈ വൈഫ് അത് കൊടുക്കാൻ തയ്യാറല്ല. കൂടിയ 3 ഇരട്ടി 4 ഇരട്ടി വില ചോദിക്കും. അതൊരു സുഹൃത്തിന്റെ കഥ. ഇനി ഞാൻ പറയാൻ പോകുന്ന 2ാമത്തെ സുഹൃത്ത്, അദ്ദേഹം മുസ്ലിം സമുദായത്തിൽപ്പെട്ട. അദ്ദേഹം നല്ലൊരു വീട് വെച്ചിട്ടുണ്ട്. ഒരു 20 സെന്റ്, അവിടെ ഒരു 20 സെന്റ്. ആ 20 സെന്റ് സ്ഥലത്തിൽ ഈ വലിയ വീട് വെച്ചിട്ട്, ഇത് അച്ഛൻ്റെ വീടാണ്, ബാപ്പയുടെ വീടാണ്. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത്, ഞാനിപ്പോൾ വെച്ചിരിക്കുന്ന ഈ വീട് അടിസ്ഥാനപരമായി ഞങ്ങളുടെ അനന്തരാവകാശ കാര്യം ബാപ്പയ്ക്ക് എനിക്ക് ജീവിച്ചിരിക്കുമ്പോൾ എഴുതി തരാൻ പറ്റില്ല, മരിച്ചതിന് ശേഷമേ ആവുള്ളൂ. പക്ഷെ അതിനു മുന്നേ ഞാൻ മരിച്ചാൽ, സംഭവിക്കാമല്ലോ, മനുഷ്യന്റെ കാര്യമാണല്ലോ, അതിനു മുന്നേ ഞാൻ മരിച്ചാൽ എൻ്റെ ബാപ്പയ്ക്ക് വേറെ മക്കൾ ഉള്ളതിനാൽ എൻ്റെ മക്കൾക്കും എൻ്റെ വൈഫിനും സ്വത്തവകാശം ഇല്ല. ഒരു കൊളാപ്സിംഗ് ഗ്രൗണ്ടിലാണ് ഞാൻ നിൽക്കുന്നത് എന്നാണ് അദ്ദേഹം. അതായത് അദ്ദേഹം മരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ വൈഫിന് സ്വത്തവകാശമില്ല, അദ്ദേഹത്തിന്റെ മക്കൾക്കില്ല, അനാഥരെ ഏറ്റവും കൂടുതൽ സംരക്ഷിക്കും എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. യത്തീംഖാനകളൊക്കെ നടത്തുന്നുണ്ട്. അച്ഛനില്ലാത്തവരാണ് അനാഥര്. അമ്മയ്ക്ക് അവിടെയും ഒരു പ്രാധാന്യമില്ല. അമ്മയുണ്ടെങ്കിൽ നിങ്ങൾ അനാഥരാണ്. അതെന്ത് വലിയൊരു നീതികേടാണ്. അമ്മയുണ്ടെങ്കിലും അനാഥരാകുക എന്ന് പറഞ്ഞാൽ, അമ്മയാണ് യഥാർത്ഥത്തിൽ നമ്മളുടെ എല്ലാം. അമ്മയ്ക്കൊരു രക്ഷകർത്താവ് എന്ന നിലയിൽ അവരുടെ വില 0 ആണ്. അച്ഛനില്ലെങ്കിൽ അനാഥമാവും. നേരെ തിരിച്ചുണ്ട്. പല സമുദായങ്ങൾ, ഇവിടെ അച്ഛൻ എന്ന് പറയുന്ന ഒരു സങ്കല്പമായിരുന്ന സമുദായങ്ങൾ ഈ കേരളത്തിൽ തന്നെ ഉണ്ട്, അല്ലെ? അച്ഛൻ വരും പോകും, എന്തെല്ലാം വൈചിത്ര്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഈ അനാഥ കുട്ടികൾക്ക് ഒന്നും കൊടുക്കുന്നില്ല. എന്നാൽ ഇവിടെ ഒരു ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്. ഇദ്ദേഹം മരിച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ കുട്ടികൾക്ക് സ്വത്തവകാശം കിട്ടും. എങ്ങനെ? വേറെ മക്കളൊന്നും ഇല്ല, വേറെ ഈ ബാപ്പയ്ക്ക് വേറെ മക്കളൊന്നും ഇല്ലെങ്കിൽ കിട്ടും. പക്ഷെ അത് മകനാണെങ്കിലും കിട്ടും. അദ്ദേഹത്തിന് മകളുണ്ടെങ്കിൽ കിട്ടത്തില്ല. മനസ്സിലായി? അദ്ദേഹം പറഞ്ഞു, അതിലെനിക്ക് എന്തായാലും ഒരു ആശ്വാസമുണ്ട്, എനിക്കെല്ലാം ആ മക്കളാണ്. പക്ഷെ അവിടെ വേറൊരു പ്രശ്നമുണ്ട്. സഹോദരന്മാരെല്ലാം അവിടെ നിൽക്കുക. ഞാൻ ആദ്യം പറഞ്ഞ ആ ഒരു ഹിന്ദു സുഹൃത്തിന്റെ കാര്യവും ഈ ഇസ്ലാം സുഹൃത്തിന്റെ കാര്യം നിങ്ങളൊന്ന് കമ്പയർ ചെയ്തു നോക്കി. ഈ രണ്ടും ഈ കേരളത്തിൽ ഏതാനും, ഇത് വേണമെങ്കിൽ ഒരു ജില്ലയിൽ തന്നെ, ഒരു പഞ്ചായത്തിൽ തന്നെ, ഒരു വാർഡിൽ തന്നെ കാണാൻ കഴിയുന്ന 2 കാര്യമാണ്. ഇപ്പൊ ഇവിടെ ഒന്ന് ആലോചിച്ച് നോക്കുക. ഈ സ്ത്രീ, ഇവർക്ക്
ഈ പ്രശ്നം ഇവരെ കൊല്ലപ്പെടാൻ കാരണം ഒരു ഫെയ്ത്ത് റിലീജിയൻ ഇൻഡ്യൂസ്ഡ് ക്രൈം ആണെന്ന് ഞാൻ പറയാൻ കാര്യം, ഈ നിയമം ഇല്ലെങ്കിൽ ഇവരെ കൊല്ലേണ്ട കാര്യമില്ല. ഈ സഹോദരന്മാർ വന്ന് അവിടെ അവകാശം ചോദിക്കില്ലല്ലോ. കാര്യം ആദ്യത്തേന് അത് സഹോദരന്മാർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അവർ മാർക്കറ്റ് റേറ്റിൽ വാങ്ങിക്കാൻ നോക്കണം. എല്ലാം വൈഫിനാണ് കിട്ടിയത്. ഇവിടെ വൈഫിന് 1-ൽ 4-1 അല്ലെങ്കിൽ 8-1 8-1 എനിക്ക് കരുതുന്നു. അപ്പൊ സഹോദരന്മാർ വരികയാണ്, അവർക്കാണ് ഭൂരിപക്ഷവും, ഭൂരിഭാഗം സ്വത്തും അവർക്കാണ്. അവർ വീട്ടിൽ കയറി താമസം തുടങ്ങി. അപ്പൊ ഇതിന് പറയുന്നൊരു കാര്യം, സാധാരണ ഒരു മാതാവ് ഒരു പെൺകുട്ടി മാത്രമേ ഉള്ളെങ്കിൽ പകുതി സ്വത്ത് വാങ്ങിക്കാനായിട്ട് സഹോദരന്മാരൊന്നും പോകാറൊന്നുമില്ല. അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ തന്നെ അമ്മയുടെ വീട്ടുകാർ അടിച്ചു ഓടിക്കും. ഇങ്ങനെയൊക്കെ ഓരോ കമന്റുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്കറിയില്ല എങ്ങനെയൊക്കെ സംഭവിക്കും. പക്ഷെ ചെന്നാൽ ഇതാണ് അവസ്ഥ. ഇതിന്റെ ഒരു പ്രധാന കാരണം ഈ ഒരു നിയമത്തിന്റെ പരിസരമാണ് യഥാർത്ഥത്തിൽ ഈ കൊലപാതകം. അല്ലാതെ സ്വത്ത് തർക്കത്തിലൂടെയുള്ള കൊലപാതകം ആദ്യമൊന്നുമല്ല, ഒരുപാട് നടന്നിട്ടുണ്ട്, ഇനിയും നടക്കും. അത് എല്ലായിടത്തും എല്ലാ സമൂഹങ്ങളിലും എല്ലാ കൂട്ടരിലും നടക്കും. പക്ഷെ ഇതിന്റെ അടിസ്ഥാനം ഇനി ഇതാണ് ഞാൻ പറഞ്ഞത്, മകന്റെ കാര്യം. അച്ഛനെ എങ്ങനെയാണ് അയാൾ പരിഹരിച്ചതെന്നൂടെ ഞാൻ പറയാം. അയാൾ കുറെ വർഷം കഴിഞ്ഞിട്ട് അച്ഛൻ്റെ ഈ വീട് വെച്ചിരിക്കുന്ന 20 സെന്റും ആ വീടും കൂടെ അച്ഛനെ ഒരു തുക കൊടുത്തിട്ട് അച്ഛൻ തീറാധാരം എഴുതി കൊടുത്തു. അങ്ങനെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് ഭൂമി വാങ്ങിച്ചു. അങ്ങനെ അത് സ്വന്തം, അത് വേറെ ആളിൽ നിന്ന് XYZ നമ്മൾ ഭൂമി വാങ്ങിക്കുന്നോണം, സ്വന്തം അച്ഛനിൽ നിന്ന് ആ പ്രദേശവും മാർക്കറ്റ് റേറ്റിലല്ല ഒരു കുറഞ്ഞ തുകയ്ക്ക് എഴുതി വാങ്ങിച്ചു. ഇതാണ് ഇവിടെ നടക്കുന്നത് മുഴുവൻ. അപ്പൊ ഇവർക്ക് ഖുർആൻ അനുസരിച്ച് ജീവിക്കണമെന്ന് പറയുകയും ശരിയ അനുസരിച്ച് ജീവിക്കണമെന്ന് പറയുകയും എന്നാൽ അള്ളാഹുവിനെ പറ്റിച്ചുകൊണ്ട് ജീവിക്കുകയും ചെയ്യുകയാണ്. ശരിക്കും വിശ്വാസമാണെങ്കിൽ എന്താണ്, അതേ കണക്ക് ഇങ്ങനെ പോകണം. അങ്ങനെ ആരും ചെയ്യുന്നില്ല. അവർ തന്നെ ചെയ്യാത്തൊരു കാര്യം എന്നിട്ട് ഇത് ഏകീകരിക്കുമ്പോൾ പ്രശ്നമാണ്. അവർ ചെയ്യുന്നില്ലല്ലോ.